ആ നോമ്പെന്ന വാക്കിന് ഭയങ്കര അർത്ഥമുള്ളൊരു വാക്കാണ്. അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി തിന്നരുത്, മീൻ തിന്നരുത് എന്നൊക്കെ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നം, നിങ്ങൾ 12 മണിക്കൂർ സൂര്യനുദിച്ച് സൂര്യാസ്തമിക്കുന്ന കാലം വരെ പട്ടിണിയിരിക്കണം, ഒന്നും വെള്ളം പോലും അകത്തോട്ട് പോകരുത്, അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം. മറ്റു പല മതക്കാരും മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഇതെന്തൊരു നോമ്പപ്പ, 12 മണിക്കൂർ പട്ടിണി ഇരിക്കുക, പിന്നെ ബിരിയാണി അടിച്ച് കയറ്റുക, ഇതെന്തൊരു നോമ്പെന്ന്. പക്ഷേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ്. ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് വെയ്റ്റ്ലെസ്നെസ്സാണ്, ഗ്രാവിറ്റി ഇല്ലല്ലോ. അതുകൊണ്ട് മനുഷ്യനിങ്ങനെ ഒഴുകി നടക്കും. നമുക്ക് ഇരുന്നൊരു മേശപ്പുറത്ത് ആഹാരം കഴിക്കാൻ പറ്റില്ല, കാര്യം ആഹാരം ഇങ്ങോട്ട് എടുത്ത ഉടനെ ആഹാരം പറന്നങ്ങ് പോകും. അതുകൊണ്ട് റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത്, ഇതിനകത്ത് നിറച്ചിട്ട് കുഴലിനകത്ത് കയറ്റി ഞെക്കി 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 വായിക്കകത്താക്കി ഭക്ഷിക്കണം. അപ്പോൾ ഈ യന്ത്രത്തിനെങ്കിലും എന്തെങ്കിലും കേട് വന്നാൽ ഈ ആള് പട്ടിണി കിടന്ന് മരിച്ചു പോകും റോക്കറ്റിനകത്ത്. അപ്പോൾ അങ്ങനെ പട്ടിണി കിടക്കേണ്ടതെന്നാൽ എന്ത് സംഭവിക്കും? ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി. അപ്പോഴാണ് അത്ഭുതകരമായ ഒരു രഹസ്യം കണ്ടെത്തിയത്. 11.5 മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് കുടലിലേക്കൊരു സന്ദേശം അയക്കും. കാരണം ഈ ആൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും, ഇവൻ ചാവാൻ പോവാണ്, അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം. അപ്പോൾ കുടലിൻ്റെ ഇന്നർ ലൈനിങ് പെരിറ്റോണിയം എന്ന് പറയും. ആ പെരിറ്റോണിയത്തിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും. എന്നിട്ട് അതിനകത്തൂടെ കുടലിനകത്തോട്ടൊരു എൻസൈം ഊർന്നിറങ്ങും. അത് ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി, രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമിനൻ ശരീരത്തിലുണ്ടാവും. 11.5 മണിക്കൂർ പട്ടിണിയെ പറ്റുള്ളൂ. അതുവരെ അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോയി. അപ്പോൾ അങ്ങനെ 11.5 മണിക്കൂർ പട്ടിണി ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ അത്ഭുതം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. അപ്പോൾ ശരിക്ക് സൂര്യോദയം മുതൽ സൂര്യാസ്തമനം പട്ടിണി ഇരുന്നാൽ സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, അവൻ്റെ ശരീരം പെട്ടെന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അലർട്ട് ചെയ്യുന്ന എൻസൈംസ് കുടലിലേക്ക് ഊർന്നിറങ്ങും. അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ഓർഡിനറി ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും. ഇനി അങ്ങനെയുള്ള കപ്പാസിറ്റി കിട്ടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ക്യാൻസർ. ശരിക്കും നോമ്പ് നോക്കുന്നൊരു മുസ്ലിമിന് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ RCCയിൽ പോയി ഏറ്റവും കുറവ് ക്യാൻസർ വരുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ എപ്പോഴും പറഞ്ഞുതരും, നെറ്റിയിൽ താഴമ്പുള്ള മുസ്ലിം വളരെ അപൂർവമായിട്ട് ക്യാൻസർ പിടിച്ച് റീജിയണൽ ക്യാൻസർ സെൻ്റർ ചെല്ലാറുള്ളൂ. ഹെറിഡിറ്ററി ക്യാൻസർ ഉണ്ട്, തടയാൻ പറ്റത്തില്ല. അപ്പനും വല്യപ്പനും എല്ലാം ഒരേ ക്യാൻസർ വരികയാണെങ്കിൽ, സ്ത്രീകളുടെ പല തലമുറ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണെങ്കിൽ ഹെറിഡിറ്ററി ക്യാൻസർ വരും. അല്ലാതെ ജീവിതചര്യ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളുണ്ടല്ലോ, ആ ക്യാൻസർ വളരെ അപൂർവമായിട്ട് നെറ്റിയിൽ താഴമ്പുള്ള നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന് വരികയുള്ളൂ. എയ്ഡ്സ് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് എയ്ഡ്സ്. ആ ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുന്നതുകൊണ്ട്, നോമ്പ് നോക്കുമ്പോൾ ശക്തിപ്പെടുന്നതുകൊണ്ട് സാധാരണ ഒരു എയ്ഡ്സ് പിടിക്കുകയില്ല. എന്ന് പറഞ്ഞ് മോശം പെണ്ണുങ്ങളോടൊക്കെ പോയാൽ പിടിക്കുകയോ അത് വേറെ കാര്യമെങ്കിലും, ഈ അല്ലാതുള്ള എയ്ഡ്സ് ഉണ്ട്, ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുണ്ടാകുന്ന എയ്ഡ്സ്, ആ എയ്ഡ്സ് ഉണ്ടാവില്ല നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന്. 1400 കൊല്ലത്തിന് മുമ്പ് ഒരു MBBS പഠിക്കാത്തൊരു പ്രവാചകൻ എങ്ങനെ ഇങ്ങനൊരു മെഡിക്കൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു? ഡോക്ടർമാർ അമ്പരന്ന് പോവുകയാണ്, അത്ഭുതകരമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കറക്റ്റ് റംസാൻ നോമ്പ് നോക്കും. മുസ്ലിമൊന്നുമല്ല, സത്യക്രിസ്ത്യാനിയാണ്. എൻ്റെ അനിയൻ ജേക്കബ് എഞ്ചിനീയറാണ്, നല്ല പോലെ റംസാൻ നോമ്പ് നോക്കും. എൻ്റെ അനുജൻ്റെ ഭാര്യ MD ഡോക്ടറാണ്, തിരുവനന്തപുരം സെക്രട്ടറിയിലെ ചീഫ് മെഡിക്കൽ ഡോക്ടറാണ്, പക്ഷേ കറക്റ്റായിട്ട് റംസാൻ നോമ്പ് നോക്കും. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അനിയനും എൻ്റെ സിസ്റ്ററിലൊക്കെ നോമ്പ് നോക്കുന്നത് അതിൻ്റെ മെഡിക്കൽ തത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് തന്നെ അവരും നോമ്പ് ആചരിക്കാം. എനിക്കിത് ആചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ 2-3 ദിവസം പിടിച്ചിരിക്കും. 4-ാം ദിവസം ഞാൻ കഴിച്ചു, എന്നെ കൊണ്ട് നിവർത്തിയില്ല. 12 മണിക്കൂർ പട്ടിണി ഇരിക്കാൻ വയ്യ. പക്ഷേ അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിള് വളരെ ശ്രേഷ്ഠമാണ്. ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും റംസാൻ നോമ്പ് നോക്കുന്നുണ്ട്. അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ട് നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഭാഗമായി നോമ്പ് ഫിക്സ് ചെയ്തപ്പോൾ പ്രവാചകൻ അത്ഭുതകരമായൊരു പ്രിൻസിപ്പിൾ അതിൻ്റെ ഭാഗമായി ചേർത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും വളരെ സിംപിളിസ്റ്റിക്കായി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമായി വ്യാഖ്യാനിച്ച് വിപ്ലവകരമായ മാറ്റം വരുത്തി പ്രവാചകൻ. 4-ാമതായി പ്രവാചകൻ ചെയ്തത് മതപരമായ ആഘോഷങ്ങൾക്ക് കൊടുത്ത രൂപാന്തരമാണ്.
ആണ്ടിൽ 2 ഈദ് വരും. ആ ഈദിന് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഒരു മൃഗങ്ങളെ നിങ്ങൾ എഴുന്നള്ളിക്കണ്ട, നിങ്ങളൊരു വെടിക്കെട്ട് നടത്തണ്ട, കരിയും കരിമരുന്നൊന്നും വേണ്ട. മൃഗങ്ങൾ എഴുന്നള്ളിക്കാനാണെങ്കിൽ പരിശുദ്ധ പ്രവാചകൻ ഉത്തരവിട്ടാൽ അറബി ദേശത്തെ ഒട്ടകങ്ങളെല്ലാം വരട്ടെ മാർച്ചിനെന്ന് പറഞ്ഞാൽ 15,000 ഒട്ടകം വന്നതിനായിരുന്നു മാർച്ചിന്. നമ്മൾ ആനയെ എഴുന്നള്ളിക്കാൻ ഒട്ടകത്തെ എഴുന്നള്ളിച്ചൂടെ? പ്രവാചകൻ പറഞ്ഞു, മൃഗങ്ങൾ എഴുന്നള്ളിക്കുക അല്ല മനുഷ്യൻ്റെ ഫെസ്റ്റിവൽ. മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് വെടിമരുന്ന് പൊട്ടിക്കുകയല്ല വേണ്ടത്. മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് നിങ്ങൾ ഈദ് ആഘോഷിക്കണമെങ്കിൽ മധുരം ഉണ്ടാക്കി ആ മധുരം കൊണ്ടുപോയി അയലോകത്തെ ജനങ്ങളെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി ഒന്ന് സന്തോഷിപ്പിച്ച ശേഷം നിങ്ങൾ വന്ന് നോമ്പാചരിക്കുക, ഈദ് ആഘോഷിക്കുക. ആ ഈദ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി മനുഷ്യർ ഈ മധുരം കൊടുക്കാൻ തുടങ്ങി. ഈജിപ്തിലും എത്യോപ്യയിലും ഒക്കെ മനുഷ്യർക്ക് മധുരം എന്നുള്ള വാക്കാണ് ഹലാവ. അവർ ഹലാവ ഉണ്ടാക്കി മനുഷ്യർ കൊണ്ട് കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ചു വരും. ആ ഹലാവ കേരളത്തിൽ വന്ന് നമ്മളതിനെ ഹൽവയാക്കി മാറ്റി അങ്ങനെ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹൽവ കോഴിക്കോടൻ ഹൽവയും പൊന്നാനി ഹൽവയാണ്. ഇപ്പോൾ ഈജിപ്തുകാരനോ എത്യോപ്യക്കാരനോ ഹൽവ അതിനുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ഹൽവ. അതാണ് ഹൽവയ്ക്കുണ്ടായ രൂപാന്തരം. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ മധുരം എന്ന വാക്ക് അവരുടെ ഭാഷയിൽ അത് ജിലേബ് എന്നാണ് വാക്ക്. അവർ ജിലേബ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. ആ ജിലേബ് ഇന്ത്യയിൽ വന്നപ്പോൾ ജിലേബി എന്നായി. മധുരം കൊടുത്തിട്ട് ദൈവത്തെ ഉത്സവം ആഘോഷിച്ചാണ്. തുർക്കികൾ പറഞ്ഞു, മധുരം മാത്രം കൊടുത്തിട്ട് എന്ത് കാര്യം, വയറ് നിറയണ്ടേ? തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടിറച്ചിയും ചോറും കൂടെ ചേർത്തൊരു സാധനം ഉണ്ടാക്കി. അതിനെ അവർ വിളിച്ച പേരാണ് ഈദ് അൽ ബിരിയാം. തുർക്കി ഭാഷയിൽ ബിരിയാം എന്ന് പറഞ്ഞാൽ സന്തോഷം, ഈദിൻ്റെ സന്തോഷം, ഈദ് അൽ ബിരിയാം. അങ്ങനെ ഈദ് അൽ ബിരിയാം ബോംബെയിലെത്തിയപ്പോൾ ബിരിയാമിയായി. കേരളത്തിൽ വന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം ആണി അതിൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ ബിരിയാണി എന്നാക്കി മാറ്റിക്കളഞ്ഞു. നല്ലൊരു വാക്കിനെ, സന്തോഷം എന്നുള്ള വാക്കിനകത്ത് ആണി ചേർക്കാൻ മലയാളിക്കുള്ളത് വേറെ ആർക്കുണ്ടെങ്കിലും പറ്റുക. അങ്ങനെ തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടിറച്ചിയും ചോറും ഉപയോഗിച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത്. മലയാളികൾ എന്ത് ചെയ്തു, എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ കപ്പ ബിരിയാണി, ചക്ക ബിരിയാണി, മീൻ ബിരിയാണി. ഇന്നാളെ ഞാൻ വടക്കോട്ട് പോയ സമയത്ത് രാത്രി 9 മണി കഴിഞ്ഞ് പോയി. ഹോട്ടൽ അടച്ചു പോലെ എന്ന് വെച്ചൊരു ഹോട്ടലിൽ കയറി. ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. തുർക്കികൾ പോലും സ്വപ്നം കണ്ടുണ്ടാവില്ല വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടാക്കാം. അത് മലയാളിയുടെ പരിപാടിയാണ്. അപ്പോൾ മനുഷ്യന് വയറുന്ന വെച്ച് ആഹാരം കൊടുക്കുക, അവന് മധുരം കൊടുക്കുക. അങ്ങനെ വേണം മതപരമായ ആഘോഷങ്ങൾ നടത്താൻ. അല്ലാതെ ആനയെ കൊണ്ടൊന്ന് ഉത്സവം നടത്തി അല്ലെങ്കിൽ ആന വേണമെങ്കിൽ 4 ചവിട്ടിക്കൊന്ന് വെടിക്കെട്ട് നടത്തി വെടി പൊട്ടി 102 ചാവുക, ഇങ്ങനെയൊക്കെയാണോ ഉത്സവം? പ്രവാചകൻ പറഞ്ഞ് പാടില്ല. മതപരമായ ഉത്സവം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന, അവൻ്റെ ആഹാരം പരിപോഷിപ്പിക്കുന്ന ഒന്നായിരിക്കണം ആഘോഷം. ഈദ് ആഘോഷിക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചകൻ 12 നിയമം ഉണ്ടാക്കി. ഓരോ നിയമവും എത്ര ശ്രദ്ധേയമാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, മേൽക്കൂരയുള്ള ഒരു സ്ഥലത്തും ഈദ് ആഘോഷിച്ചേക്കരുത്. ഈദ് ഗാഹിൽ പോയി, ഓപ്പൺ സ്പേസിൽ പോയി ഈദ് ആഘോഷിച്ചോണം. അള്ളാഹു മനുഷ്യനും തമ്മിൽ ഒരു ബാരിയറും പാടില്ല, ഒരു തടസ്സവും പാടില്ല. റൂഫുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഈദ് ആഘോഷിക്കരുത്. മനുഷ്യൻ നേരെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നോ ബാരിയേഴ്സ് ഇൻ ബിറ്റ്വീൻ. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഈദ് ആഘോഷിക്കണമെങ്കിൽ മണ്ണിൽ ചവിട്ട് ഈദ് ആഘോഷിക്കണം. ഒരു ചെരുപ്പും കാലിലെങ്ങും പാടില്ല. മനുഷ്യൻ മണ്ണാണ്, അവൻ മണ്ണിലേക്ക് പോകും. ആ മണ്ണിൽ ചവിട്ട് നിന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവൻ ഈദിന് പ്രാർത്ഥിക്കാൻ. വേറും മണ്ണിൽ ചവിട്ടി വേണം അവൻ പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഈദ് ആഘോഷിക്കാൻ പോകുമ്പോൾ ആ പോകുന്ന വഴി കൂടെ തിരിച്ചു വരരുത്. പോകുന്ന വഴി കൂടെ തിരിച്ചു പോയവൻ തന്നെ തിരിച്ചു വന്നേ. ഈദ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആസ് എ ന്യൂ ഹ്യൂമൻ ബീങ്. അതുകൊണ്ട് ഒരു വഴി കൂടെ ഈദിന് പോയാൽ വേറൊരു വഴി കൂടെ കറങ്ങിയിട്ടേ വീട്ടിലെത്താവൂ. ഹി ഷാൽ ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ്. ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ 12 നിയമങ്ങൾ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു ശാസ്ത്രീയമായ, എന്തൊരു ഒരു വ്യക്തമായ പ്രിൻസിപ്പിളിലാണ് ഒരു ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത്. ലോകത്തിലേതെങ്കിലും മതം ഇങ്ങനെ സിംപ്ലിസ്റ്റിക്കായി മറ്റാർക്കും പരിക്ക് പറ്റാത്ത സന്തോഷിപ്പിക്കുന്നൊരു ഉത്സവം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ 12 നിയമങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മതത്തിൻ്റെ ആഘോഷങ്ങൾക്ക് പ്രവാചകൻ മാറ്റം വരുത്തി. 5-ാമതായി പരിശുദ്ധ പ്രവാചകൻ ചെയ്തത് വളരെ ശ്രദ്ധേയമായ ഒരു തത്വമാണ് മനുഷ്യാവകാശം. മനുഷ്യനായി ഭൂമിയിൽ മറ്റുള്ളവരെ കാണണം, ഉച്ചനീചത്വങ്ങൾ പാടില്ല. പരിശുദ്ധ പ്രവാചകൻ ആ മനുഷ്യത്വം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചു. പരിശുദ്ധ പ്രവാചകന് ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുമ്പോൾ
ഒരു യഹൂദൻ മരിച്ചവൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ വരികയാണ്. പഴയ പ്രവാചകൻ നേരെ പോയി തലക്കെട്ടെടുത്ത് മാറ്റി അതിനെ വണങ്ങി ശേഷം തിരിച്ചു വന്നു. അബൂബക്കർ ഒന്നാമത്തെ ഖാലിഫയാണ്. അദ്ദേഹം ചോദിച്ചു, എന്ത് കാണിച്ച അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡിയല്ലേ, അതിനെ പോയി വന്ദിക്കുമോ? പഴയ പ്രവാചകൻ പറഞ്ഞു, അബൂബക്കറെ, അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡി അല്ല, ഒരു മനുഷ്യൻ്റെ ശവശരീരമാണ്, അതിനെ ബഹുമാനിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മനുഷ്യനെ ബഹുമാനിക്കണം. ഇന്നൊരു ശവശരീരം പോകുമ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വണ്ടിയും കൊണ്ട് വന്നാൽ സബ് ഇൻസ്പെക്ടർ വണ്ടി നിർത്തി ഇറങ്ങി അതിന് ഉപചാരം അർപ്പിക്കാം. വെട്ടി ഞുറുക്കി ഒരു ശരീരം കിടക്കുകയാണ്, ഞങ്ങളവിടെ പോയി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെല്ലുമ്പോൾ ആദ്യം ഞങ്ങൾ തൊപ്പി പൊക്കി ബോഡിയെ വന്നിച്ച ശേഷം തിരിച്ച് തൊപ്പി വെച്ചിട്ടേ തുടങ്ങുള്ളൂ പരിപാടി. ശവശരീരത്തെ വന്നിക്കാൻ പോലീസിനെ പഠിപ്പിച്ചത് പരിശുദ്ധ പ്രവാചകനാണ്. പരിശുദ്ധ പ്രവാചകൻ തലക്കെട്ടെടുത്ത് ശവത്തെ വന്നിച്ചതാണ് പോലീസിനെ പഠിപ്പിച്ച സംഭവം. ബാച്ചികളായുള്ള സബ് ഇൻസ്പെക്ടർമാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പം ശവശരീരത്തെ വന്നിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ച എങ്ങനെയാണെന്ന് ഈ കേരളത്തിലെ മുഴുവൻ SI-മാരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ശവശരീരത്തെ വന്നിക്കണം. മരിച്ചു കഴിഞ്ഞാൽ പോലും മനുഷ്യാവകാശങ്ങൾ അവർക്ക് ഉറപ്പുള്ളതാണ്. പരിശുദ്ധ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി പ്രവാചകൻ, അമ്മ വീട്ടുകാരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് പ്രവാചകന് പരിക്ക് പറ്റി, രക്തം ഒലിച്ചുകൊണ്ടൊരു മരത്തിന് ചോട്ടിപ്പോയി നിൽക്കുകയാണ് പ്രവാചകൻ. അപ്പോൾ ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. പ്രവാചക, ഇവരെ അങ്ങ് സംഹരിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അങ്ങ് പരമകാരുണികനാണ്, അങ്ങ് കരുണയാണ് കാണിക്കേണ്ടത്. ഇവർക്കിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് അവരെന്നെ കല്ലെറിഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഏതാനും വർഷത്തിന് ശേഷം അവർക്ക് സത്യമൊക്കെ മനസ്സിലാവും, അവരിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു. മാലാഖ ചോദിച്ചപ്പോൾ സാധാരണ മനുഷ്യനാണെങ്കിൽ അവന്മാരെല്ലാം ഒന്ന് ശരിയാക്കേക്കാൻ പറഞ്ഞിട്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, നോ, പരമാവനായ അള്ളാഹു കരുണ വേണം മനുഷ്യനോട് കാണിക്കാൻ. അവർ കുറച്ച് കഴിയുമ്പോൾ സത്യം മനസ്സിലാവുമ്പോൾ തിരിച്ചു വന്നോളും, മനുഷ്യത്വപരമായി അവരോട് ഡീൽ ചെയ്യാൻ പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ചെയ്തൊരു പ്രസംഗമുണ്ട്, ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം. മനുഷ്യത്വത്തിൻ്റെ പരമകാരുണ്യ ഭാവമാണ്. അറബിയെന്നോ അറബിയല്ലാത്തവനെന്നോ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ, ഉന്നതകുല ജാതനെന്നോ ഉന്നതകുല ജാതൻ അല്ലെന്നോ ഉള്ള ഭൂമിയിൽ മനുഷ്യൻ്റെ യാതൊരു ക്ലാസിഫിക്കേഷനും മനുഷ്യനും തമ്മിൽ പാടില്ല. എല്ലാവരും തുല്യരാണ്. ലോകത്തിൽ ആദ്യമായി മനുഷ്യർ തുല്യരാണെന്ന വലിയ തത്വം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നതിന് ഒരു 1200 വർഷത്തിന് മുമ്പ് പ്രവാചകൻ്റെ ഫെയർവെൽ സ്പീച്ചാണ്. സ്വർഗാരോഹണം ചെയ്യാൻ പോകണം, അതിന് മുമ്പ് ലാസ്റ്റ് പ്രവാചകൻ്റെ പ്രസംഗമാണ്. ഒരു തരത്തിലുള്ള ഉച്ചനീയത്വങ്ങളും മനുഷ്യർ തമ്മിൽ പാടില്ല. നിങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം. അത് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്തത്. ലോകത്തിലെ എല്ലായിടത്തും ജാതി ഇന്ത്യ ഉണ്ടാക്കി. ഈജിപ്തുകാർക്ക് 4 ജാതി, ബാബിലോണുകാർക്ക് 4 ജാതി. കേരളത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നൊരു പഞ്ചവൻ, 5 ഗ്രൂപ്പാണ്. ചൈനക്കാർക്ക് 4 ജാതി. പ്രവാചകൻ പറഞ്ഞു, ജാതി എന്നൊരു സാധനം പാടില്ല. എന്നോട് പ്രാർത്ഥനയിൽ പറഞ്ഞ ഭാഗമാണത്. പ്രവാചകൻ പറഞ്ഞ്, നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഒരേ ആദത്തിൻ്റെയും അവയുടെയും സന്ധി പരമ്പരകളിൽ ഭൂമിയിലെ മനുഷ്യർ മുഴുവൻ, അതിനകത്ത് യാതൊരു വ്യത്യാസവും ഈശ്വരൻ കൽപ്പിച്ചിട്ടില്ല. ഏകോദര സഹോദരങ്ങളോട് ജീവിക്കണം. പിന്നെ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ചില ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളെല്ലാം ഒരപ്പൻ്റെ അമ്മയുടെ മക്കളാണെന്ന് നിങ്ങൾ ധരിച്ചു കൊള്ളണം. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതാണ് പ്രവാചകൻ ഫെയർവെൽ സ്പീച്ചിൽ പഠിപ്പിച്ചത്. എല്ലാ മനുഷ്യരും തുല്യരാക്കി. ഇസ്ലാം ഈജിപ്തിൽ ചെല്ലുമ്പോൾ 4 കക്ഷിയുള്ളൊരു ഗ്രൂപ്പായിരുന്നു, 4 ജാതി ഉണ്ടായിരുന്നു. ഇസ്ലാം ഈജിപ്തിലെ ജാതികളെ തുടച്ചു നീക്കി. ഇന്ന് ഈജിപ്തിലെ ഫറോ രാജാവിൻ്റെ സന്ധി പരമ്പരപ്പെട്ട ആരാണ്, അവിടുത്തെ അടിമയുടെ സന്ധി പരമ്പരപ്പെട്ട ആരാണെന്ന് ഈജിപ്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. ബാബിലോണിൽ 4 ജാതി ഉണ്ടായിരുന്നു. ബാബിലോണിലെ 4 ജാതികളും തുടച്ചു നീക്കി, എല്ലാവരും തുല്യരാക്കി. ഇന്ത്യയിൽ 4 വർണ്ണങ്ങളും 800 ജാതികളും 8000 ഉപജാതിയുമുള്ള ഒരു സമൂഹമായിരുന്നു ഇന്ത്യ. ഇന്ത്യയിൽ ഇസ്ലാം വന്നു. ഇസ്ലാം മതം എന്തുണ്ടായി? ജാതി ചിന്ത തുടച്ചു നീക്കി. ഇന്ന് ഒരു മുസ്ലിം ബ്രാഹ്മണൻ പണ്ട് വേദം ചേർന്നവനാണോ, ശൂദ്രൻ വേണ്ടത് ചേർന്നവനാണോ, SC വേദം ചേർന്നവൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ജാതിയില്ല. ഒരിക്കൽ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. മഹാനായ ഹറൂൺ അൽ റഷീദ് ഉമായത് കാലിഫേറ്റിൻ്റെ, അബ്ബാസിഡ് കാലിഫേറ്റിൻ്റെ വലിയ റൂളറാണ്. AD 780 മുതൽ 808 വരെ ഭരിച്ചിരുന്ന ആൾ. അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് അങ്ങോട്ട് മുട്ടുകുത്തുകയും അവിടെ നിന്ന് ആൾ ചാടിയും കഴിഞ്ഞിട്ട്, കാരണം അവിടെ
തൊട്ടടുത്ത് മുട്ടുകുത്തിയിരുന്ന ആൾ ബാർബറായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഷേവ് ചെയ്യുന്ന ബാർബറാണ്. ചാടി എഴുന്നേറ്റ് ഹറൂൺ റഷീദ് ചോദിച്ചു, നീ എന്താണ് ചാടി എഴുന്നേക്കുന്നത്? അയ്യോ, ചക്രവർത്തിയുടെ കൂടെ ഞാൻ മുട്ടുകുത്താനോ? ഹറൂൺ റഷീദ് ചോദിച്ചു, എന്തോ ചക്രവർത്തിയുടെ? അല്ലാഹുവിൻ്റെ മുമ്പിൽ നീ ഞാനും ഒന്നാ. ഞാനിപ്പോൾ എനിക്കൊരു ജോലി ചക്രവർത്തിയായിട്ട് ദൈവം തന്നിരിക്കുന്നു, നീ ബാർബർ. അതുകൊണ്ട് എന്താണ്, തൊഴിലനുസരിച്ച് മനുഷ്യനെ വേർതിരിക്കാനോ? പാടില്ല, നമ്മളെല്ലാവരും തുല്യരാണ്. ഹറൂൺ റഷീദും ബാർബറും തൊട്ടപ്പുറത്തും മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഇസ്ലാം പള്ളിയിൽ. കാര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്തോ ചക്രവർത്തി, എന്തൊരു ബാർബർ. ക്രിസ്തുമതം ഇവിടെ വന്നു. ക്രിസ്തുമതത്തിൽ ഓരോരുത്തർ കുടുംബവും പറയും, ഞങ്ങൾ ബ്രാഹ്മണും വേദം, ഞങ്ങൾ നായർ വേദം ചേർന്നാണ്, ഇവൻ പുലയ ക്രിസ്ത്യാനിയാണ്, മറ്റേ മൂക്രിയാണ്, ബാക്രിയാണെന്നൊക്കെ പറയും. ഇസ്ലാമി പാക്രിയില്ല, പൂക്രിയില്ല. ഏത് ജാതിയിൽ നിന്നാണ് ഇവൻ ഇസ്ലാമിൽ ചേർന്നതെന്ന് ഒരു കുടുംബവും കണക്ക് സൂക്ഷിക്കുന്നില്ല. ചൈനയിലെ ഉഗ്യൂർ പ്രോവിൻസിൽ ഇസ്ലാം പിടിച്ചെടുത്തു. ഉഗ്യൂർ പ്രോവിൻസിൽ പണ്ടത്തെ മംഗോളിയൻ ആരാണ്, പണ്ടത്തെ മാഞ്ചു ആരാണ്, പണ്ടത്തെ ചിങ് ഡൈനാസ്റ്റിപ്പെട്ടവൻ ആരാണെന്ന് ഒന്നും അറിഞ്ഞൂടാ. ഈക്വലൈസ്ഡ്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി, മനുഷ്യർ തമ്മിലുള്ള വേർതിർത്തി ഇല്ലാതാക്കി ഇസ്ലാം ഏതൊക്കെ രാജ്യത്തിൽ പോയിട്ടുണ്ടോ അവിടെ ഒരു ജാതിയില്ല. എവരിബഡി ഈസ് ഈക്വൽ. ഇതാണ് ഇസ്ലാമിൻ്റെ അത്ഭുതം. പരിശുദ്ധ പ്രവാചകന്റെ ഒരു അത്ഭുതമാണ്. മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചു. ഇനി മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചതുപോലെ തന്നെ താഴ്ന്ന ജീവികളുടെ മനുഷ്യാവകാശം വരെ അദ്ദേഹം സംരക്ഷിച്ചു കൊടുത്തു. ബദർ യുദ്ധം നടക്കുകയാണ്, സൈന്യം പോവുകയാണ്. അപ്പോൾ ഒരു പട്ടി പ്രസവിച്ചിറക്കാണ്, ഒരു നായ പ്രസവിച്ചിറക്കാണ്. പരസ്യപ്രവാചകൻ പറഞ്ഞു, സൈന്യം വഴിമാറിപ്പോകാൻ പറഞ്ഞു. ആ മൃഗം പ്രസവിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാക്കാൻ പാടില്ല. സൈന്യം വഴിമാറിപ്പോകാൻ തുടങ്ങി. അപ്പോഴും പ്രവാചകൻ അറിയാം, ഈ പോലീസിൻ്റെ സ്വഭാവം അറിയാം. ഈ പോലീസിനും പട്ടാളത്തിന് യൂണിഫോമും കാലം ഒരു ഷൂസും കിട്ടിയാലുണ്ടല്ലോ എന്തിനേയും തൊഴിച്ചു കളയും. അതാണ് പോലീസിൻ്റെ സ്വഭാവം. ഇവൻ തൊഴിക്കുമെന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം 2 പട്ടാളക്കാരെ അവിടെ കാവൽ നിർത്തി. ആ പട്ടിക്കൊന്നും പറ്റാതെ നോക്കിക്കോണം, എല്ലാ സൈന്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾ 2 ഇനി വരാമെന്ന് പറഞ്ഞു. മൃഗത്തിന് പോലും സംരക്ഷണം, മൃഗത്തിന്, മനുഷ്യന് മാത്രമല്ല മൃഗത്തിന്. പ്രവാചകൻ പറഞ്ഞ രസകരമായ കഥയുണ്ട്. ഒരു വേശ്യസ്ത്രീ സ്വർഗത്തിൽ പോയ കഥയാണ്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പട്ടി ഒരു കിണറിൻ്റെ ചുറ്റും കിടന്ന് ഓടുന്നു. കുറച്ച് കഴിഞ്ഞ് ദാഹിച്ച് വെള്ളം കിട്ടാതെ അതിങ്ങനെ തളർന്നങ്ങ് വീണ്. അപ്പം അതുവഴി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നു. ആ പ്രോസ്റ്റിറ്റ്യൂട്ട് സ്വർഗത്തിൽ ചെന്നപ്പം അള്ളാഹു പറഞ്ഞു, കയറിപ്പൊക്കോളാൻ പറഞ്ഞു. മലക്ക് പറഞ്ഞു, അള്ളാഹു ഈ സ്ത്രീ ഭൂമിയിൽ ഒരു പാപിനിയായ സ്ത്രീയാണെന്ന് അങ്ങേക്ക് അറിഞ്ഞൂടെ, അങ്ങ് എന്തിനാണ് ഈ സ്ത്രീ കയറിപ്പോൻ പറഞ്ഞത്? അള്ളാഹു പറഞ്ഞു, വിവരം അറിയാതെ മലക്കെ സംസാരിക്കരുത്, ഞാൻ നിന്നോട് കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. കിണറിൻ്റെ തീരത്ത് പട്ടി കുഴഞ്ഞു വീണപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയാമോ? ആ സ്ത്രീ തൻ്റെ വസ്ത്രത്തിൻ്റെ കുറേ ഭാഗം വലിച്ച് കീറി ഒരു കയർ പോലെ ഉണ്ടാക്കി ഷൂസ് കെട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി. ഒരു ഷൂസ് വെള്ളം പട്ടിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. പട്ടി കുറച്ച് ജീവനൊക്കെ വീണ് നിന്ന്. 2ാമതൊരു ഷൂ ഒഴിച്ചു കൊടുത്തു. 3ാമതൊരു ഷൂ ഒഴിച്ചു കൊടുത്തു. 3 ഷൂസ് നടച്ച് വെള്ളം കിട്ടിയപ്പം പട്ടി എഴുന്നേറ്റ് വാലാട്ടിയിട്ട് പോയി. പട്ടി ആയതുകൊണ്ട് വാലാട്ടി. മനുഷ്യനാണെങ്കിൽ 2 കുരയും കൂടെ പോലെ തന്നെയായിരുന്നു മനുഷ്യൻ്റെ സ്വഭാവത്തിന്. അപ്പോൾ ഇത് പറ്റി 3 തവണ വെള്ളത്തിട്ടപ്പോൾ ഷൂസും കേടായിപ്പോയി. പിന്നെ ആ സൂക്ഷിച്ചിട്ട് നടക്കാൻ പറ്റുമോ? ഒരു ഷൂസ് പോയാൽ പിന്നെ മറ്റൊരു ഷൂസ് കൊണ്ട് കാര്യമുണ്ടോ? തിളച്ച മണലിലൂടെ ആ സ്ത്രീ നടന്നുപോയി. കാലിന് അടിവശം പൊള്ളി. ഷൂസ് വാങ്ങിക്കണ്ടേ? അന്ന് രാത്രി വീണ്ടും വ്യഭിചരിച്ചു. ആ പൈസ കൊണ്ട് അവൾ ഷൂസ് വാങ്ങിച്ച്. അങ്ങനെ ഒരു പട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന് ഈ സ്ത്രീ സ്വർഗം അർഹിക്കുന്നു. മൃഗങ്ങളോട് ദയ കാണിക്കുക, മനുഷ്യനോട് ദയ കാണിക്കുക. ഇത് ഇസ്ലാമിൻ്റെ വലിയ തത്വങ്ങളാണ്. മനുഷ്യാവകാശം എന്ന് പറയുന്ന വലിയ അവകാശങ്ങൾ ഇസ്ലാം സ്ഥാപിച്ചു കൊടുത്തു എന്നുള്ളതാണ്. 6ാമതായി പരിസരപ്രാന്തം ലോകത്തെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. അത് സെക്യുലറിസം എന്ന് പറഞ്ഞ പാഠമാണ്. മതചിന്തകൾക്ക് അതീതമായി സംസാരിക്കണം, മതചിന്തകൾക്ക് അതീതമായി. പരിസരപ്രവാചകൻ്റെ ഒരു ജീവിതം ലോകത്തെ ഇങ്ങനെ മാറ്റിമറിച്ചത് എങ്ങനെയെന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതത്തോടുകൂടി ആ ജീവിതത്തെ മനസ്സിലാക്കേണ്ടി വരുന്നത്. പരിസരപ്രവാചകൻ ലോകത്തെ മാറ്റിമറിച്ചത് ഏറ്റവും ആദ്യത്തേത് ദൈവസങ്കല്പത്തിലുള്ള മാറ്റമായിരുന്നു. ഭൂമിയിൽ ആദ്യമായി മനുഷ്യൻ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. ഇടി ഒരു ദൈവം, മഴയൊരു ദൈവം, ആകാശം ഒരു ദൈവം, ഇങ്ങനെ പ്രകൃതി ശക്തികളൊക്കെ ദൈവങ്ങളാക്കി മാറിയിരുന്നു. സൂര്യന് ദൈവം, ചന്ദ്രനൊരു ദൈവം, ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ വിശ്വസിച്ചിരുന്ന ജനസമൂഹം അതിനുശേഷം സൂമോർഫിക് ഗോഡ്സ് എന്ന് പറയുന്ന മൃഗങ്ങളുടെ ഷേപ്പുള്ള ദൈവസങ്കല്പത്തിലേക്ക് മാറി. കാളയൊരു ദൈവം, പശു ഒരു ദൈവം, കുറുക്കനൊരു ദൈവം, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ദൈവസങ്കല്പത്തിന് സൂമോർഫിക് ഗോഡ്സ് എന്ന് പറയപ്പെടുന്ന ദൈവങ്ങളാണ്. അതിൻ്റെ അടുത്ത ഘട്ടം എത്തിയപ്പോൾ മനുഷ്യനും മൃഗം കൂടെ ചേരുന്ന ഒരു രൂപമായി ദൈവത്തിൻ്റെ ഭാവം. അപ്പോൾ നൂബിസ് എന്നൊരു ദേവനുണ്ട് ഈജിപ്തുകാർക്ക്, പകുതി കുറുക്കൻ പകുതി മനുഷ്യൻ. ഇന്ത്യക്കാർക്ക് ഒരു നരസിംഹമുണ്ട്, പകുതി സിംഹം പകുതി മനുഷ്യൻ.
ഈജിപ്തുകാരുടെ വലിയ ദേവനാണ് ഹോറസ്. തല പരുന്താണ്, ശരീരം മനുഷ്യൻ്റെയാണ്. യൂറോപ്പിലെ പ്രസിദ്ധനായ ഒരു ദേവനുണ്ടായിരുന്നു കാസ്റ്റർ. തല മനുഷ്യൻ്റെയാണ്, ഉടൽ കുതിരയുടെയാണ്. നമുക്ക് തന്നെ ഗണപതി സങ്കല്പമുണ്ട്, ആനയും മനുഷ്യനും കൂടെ ചേർന്ന സങ്കല്പം. അപ്പോൾ മിക്സഡ്, മൃഗവും മനുഷ്യനും ചേർന്ന ഒരു ദൈവഭാവം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ആന്ത്രോപോമോർഫിക് ഗോഡ്സ് എന്ന സങ്കല്പം ഉണ്ടായി. ദൈവം മനുഷ്യനെ പോലിരിക്കും, 2 കണ്ണ്, 1 മൂക്ക്, 1 ചെവി, ഇങ്ങനെ ദൈവം മനുഷ്യനെ പോലിരിക്കുകയാണ്. ദൈവം മനുഷ്യനെ പോലെ ചിന്തിക്കും, മനുഷ്യ സ്ത്രീകളെ കണ്ടാൽ ദൈവത്തിന് വികാരം വരും. ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഇതിങ്ങനെ വന്ന സമയത്താണ് മനുഷ്യൻ ദൈവത്തെ പോലെ ഇരിക്കുമെന്നുള്ള, ദൈവങ്ങൾ ഭൂമിയിൽ വന്ന് മനുഷ്യ സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കി കുട്ടികളെ ജനിപ്പിക്കും, ദൈവത്തിന് ഭാര്യ, മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പമാണ്. അങ്ങനെ ദൈവസങ്കല്പം സ്റ്റക്കായി നിൽക്കുന്ന അവസരത്തിൽ പരിശുദ്ധ പ്രവാചകൻ വന്ന് ദൈവസങ്കല്പത്തെ മാറ്റിമറിച്ചു. ഫോംലെസ് ഗോഡ്. ദൈവത്തിന് ഫോമില്ല. ദൈവത്തിന് കണ്ണിൽ പക്ഷെ കാണാം, ചെവിയിൽ പക്ഷെ കേൾക്കാം. ഫോംലെസ് ഗോഡ്. ആ ഫോംലെസ് ഗോഡ് എന്ന് പറയുന്നത് അതിഗംഭീരമായ ഒരു വിപ്ലവമാണ്. ദൈവത്തെ ഫോംലെസ് ആക്കി മാറ്റി. ദൈവത്തിന് ഭാര്യയില്ല, മക്കളുമില്ല, ദൈവത്തിന് പുത്രനുമില്ല, പുത്രിയില്ല. ദൈവം ദൈവമാണ്, മനുഷ്യൻ മനുഷ്യനാണ്. ഇത് അതിശ്രദ്ധേയമായ ഒരു സങ്കല്പം ദൈവസങ്കല്പത്തെ മാറ്റിമറിച്ചു. മറ്റു സമൂഹങ്ങളിൽ ദൈവം എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്നു. ഇന്ത്യയിൽ തന്നെ 33 കോടി ദേവന്മാരുണ്ടായിരുന്നു. യൂറോപ്യന്മാരുടെ ദൈവങ്ങളെല്ലാം കൂടെ എണ്ണിയാൽ 12,000-ന് മേളിലായിരുന്നു. ഈജിപ്തുകാരുടെ ദൈവങ്ങളെല്ലാം കൂടെ കൂട്ടിയ 1000-ന് മേളിലാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, 1 ഗോഡ്, മോണോതെയിസം. ക്രിസ്തുവിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അക്കനാത്തോൺ എന്ന് പറഞ്ഞൊരു ഒരു ഫറോ രാജാവാണ് ആദ്യം ഏകദൈവ വിശ്വാസം പറഞ്ഞത്. അയാളെ തല്ലിക്കൊന്നു. അയാളുടെ മോൻ തീയെ തല്ലിക്കൊന്നു. അതാണ് തൂത്തൻകാമൻ എന്ന് പറയുന്നത്. തൂത്തിനെ തല്ലിക്കൊന്നു. 22 വയസ്സായപ്പോഴേ മരിച്ച്. പിന്നെ മൂസ നബി ഏകദൈവ വിശ്വാസം പറഞ്ഞു. പിടിച്ചിരിക്കാൻ പ്രയാസം. പക്ഷെ ലോകചരിത്രത്തിൽ മറ്റുള്ളവരെല്ലാം പരാജയപ്പെട്ടപ്പം ഏകദൈവ വിശ്വാസം, ഭൂമിയിൽ ഒരു ദൈവമേ ഉള്ളൂ, ആ വിശ്വാസത്തിലേക്ക് ലോകത്തെ കൊണ്ടുവന്നത്, ഫോംലെസ് ഗോഡ് എന്ന സങ്കല്പം കൊണ്ടുവന്നത് പരിശുദ്ധ പ്രവാചകന്റെ ഈശ്വര സങ്കല്പത്തിലുള്ള അത്യത്ഭുതകരമായ വിപ്ലവമാണ്. ആ വിപ്ലവത്തിന്റെ ഭാഗമായ പരിശുദ്ധ പ്രവാചകൻ രണ്ടാമതൊരു വലിയ വിപ്ലവം ഉണ്ടാക്കി. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ? പണ്ട് ദൈവത്തിന് തൃപ്തി വരണമെങ്കിൽ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കണം. ഗ്രീക്കുകാര് ട്രോയ് യുദ്ധത്തിന് പോവുകയാണ്. ട്രോയ് യുദ്ധത്തിന് പോകുമ്പം ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കണം. അപ്പം ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നാൽ 5000 സ്വർണ്ണ നാണയം കൊടുക്കാമെന്ന് പറഞ്ഞു. അഗമെമ്നോൺ ആരും കൊടുത്തില്ല. യുദ്ധം ചെയ്യിക്കണ്ടേ? അഗമെമ്നോൺ എന്ത് ചെയ്തു? തൻ്റെ സ്വന്തം മകൾ 13 വയസ്സുള്ള ഇഫിജീനിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ, ആ പെൺകുട്ടി ഹൈഡ്ര എന്ന ആ കുട്ടിക്ക് വേറൊരു പേരുണ്ട്, ആ കുട്ടിയെ കൊണ്ടുവന്നും വെട്ടി ഞുറുക്കി ദൈവത്തിന് ബലി കൊടുത്തു. പോയി ട്രോയ് യുദ്ധം ജയിച്ചു. സ്വന്തം മക്കളെ ബലി കൊടുക്കണം. ഇബ്രാഹിം നബിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണ, അദ്ദേഹം മകനെ ബലി കൊടുക്കണം ദൈവം പറഞ്ഞു, അങ്ങാർക്ക് അങ്ങ് തോന്നി. അങ്ങാര് മോനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയി. ദൈവം ഇടപെട്ടു, നീ കുഞ്ഞിനെ ബലി കൊടുക്കണ്ടെന്ന് പറഞ്ഞു, പകരം ആടിനെ ബലി കൊടുത്താളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ പഠിച്ചത്. മട്ടണെ തിന്നുക, ദൈവം മനുഷ്യരെ വേണ്ട. അമേരിക്കയിലെ മായൻ സംസ്കാരവും അസ്ടെക് സംസ്കാരവും അവര് എത്രത്തോളം മനുഷ്യൻ്റെ രക്തം ഒഴുക്കുന്നു അത്രത്തോളം ദൈവത്തിന് തൃപ്തിപ്പെടുമെന്നാണ്. UN പ്രസിദ്ധമായ ഒരു ഇതുണ്ട്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ചിച്ചൻ ഇറ്റ്സയുടെ പിരമിഡ് ഉദ്ഘാടനം ചെയ്തപ്പോൾ 20,000 മനുഷ്യരെ കൊണ്ടുവന്ന് നെഞ്ച് പിളർന്ന ചങ്കും കൂപ്പോടും ദൈവത്തിന് കൊടുത്തു. എന്തിനാണ് ദൈവത്തിന് തൃപ്തിപ്പെട്ടത്? ഇങ്ങനെ മനുഷ്യബലി മൃഗബലിയിലേക്ക് മാറി. യഹൂദന്മാർ പെസഹ ആചരിക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൽ ആടിനെ ബലി കഴിക്കും. സിസ്റ്റേഴ്സ് AD 56 കണക്കെടുത്തു. 2,56,000 ആടുകളെയാണ് ബലി കഴിച്ചതെന്നാണ് കണക്കെടുത്തത്. 2,56,000 ആടുകൾ. അങ്ങനെ ആടിൻ്റെ ബലി നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് യേശുക്രിസ്തു വന്നിട്ട് ആ ബലിയെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചത്. അപ്പവും വീഞ്ഞും വെച്ച് പ്രാർത്ഥിക്കുക. അപ്പവും വീഞ്ഞും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. അങ്ങനെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ചുള്ള ഒരു പ്രാർത്ഥനയായി മാറി. അങ്ങനെ കാനിബാളിസത്തിൽ തുടങ്ങി മൃഗബലി എന്ന് പറയുന്ന സുവോളജിക്കൽ ബലിയായി, പിന്നെ ബോട്ടാണിക്കൽ ബലിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പരിശുദ്ധ പ്രവാചകൻ അത്ഭുതകരമായ വിപ്ലവം ഉണ്ടാക്കിയത്. പ്രവാചകൻ പറഞ്ഞു, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഒരു മൃഗത്തെയും കൊല്ലണ്ട, ഒരു സസ്യത്തെയും കൊല്ലണ്ട, നിങ്ങൾ ദൈവത്തോട് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. നോ ഫോം ഓഫ് വർഷിപ്പ്, നോ ബ്ലഡ് ഷെഡ് ഈസ് റിക്വയർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഈ ബലി എന്ന സങ്കല്പം മാറ്റി നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സിസ്റ്റം കൊണ്ടുവന്നു.
ആ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ ചെയ്തത് അത്യത്ഭുതകരമായ ഒരു മെഡിക്കൽ സയൻസാണ്. പ്രവാചകൻ പ്രാർത്ഥിക്കാൻ നേരം സമയം ഫിക്സ് ചെയ്തു. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് കമ്പൽസറി അല്ലാത്തൊരു നിസ്കാരമുണ്ട്. പക്ഷേ കമ്പൽസറി നിസ്കാരങ്ങൾ 5 എണ്ണം. സൂര്യൻ ഉദിക്കുന്നു, സൂര്യനെ കാണാൻ വയ്യ, സൂര്യരശ്മികൾ കാണാം, ഒരു നിസ്കാരം. ഒരു വടി നാട്ടിയാൽ വടിക്ക് നേരില്ലാതാവുന്ന അവസരത്തിൽ മിഡ് ഡേ സൂര്യൻ നേരെ വടിയുടെ മേളിൽ വരുന്ന സമയത്ത് 2ാമത്തെ നിസ്കാരം. ഒരു വടി നാട്ടിയാൽ വടിയുടെ നീളവും നേളിൻ്റെ നീളവും ഈക്വൽ ആവുമ്പോൾ സൂര്യരശ്മികൾ 45 ഡിഗ്രി ആംഗിൾ വരുമ്പോൾ അടുത്ത നിസ്കാരം. സൂര്യൻ അസ്തമിച്ചു, സൂര്യനെ കാണാൻ വയ്യ, സൂര്യരശ്മികൾ കാണാം, അടുത്ത നിസ്കാരം. ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രരശ്മികൾ കൊണ്ട് വടിയുടെ നീളവും നേളിൻ്റെ വീതവും ഈക്വൽ ആവുമ്പം അടുത്ത നിസ്കാരം. 5 കമ്പൽസറി നിസ്കാരം. നാസയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഈ സമയമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നീക്കങ്ങളനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ഈ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന പോയിൻറ്റ്സാണ് ഈ 5 എണ്ണം. ആ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ മനുഷ്യന് ആരോഗ്യം മാത്രമല്ല ബുദ്ധിശക്തിയും കിട്ടുന്ന അത്ഭുതം അവിടെ നടക്കുകയാണ്. വെളുപ്പിന് 4 മണി എന്ന് പറഞ്ഞാൽ കമ്പൽസറി അല്ലാത്ത നിസ്കാരം വെച്ചിരിക്കുന്ന സമയമോ അത് മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി ഉണ്ടാകുന്ന സമയമാണ്. ഭാരതീയ പുരാണങ്ങൾ പറയുന്നു, ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ, ബ്രഹ്മമുഹൂർത്തം വെളുപ്പിന് 4 AM തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നീക്കങ്ങളനുസരിച്ച്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെ നീക്കങ്ങളനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ. തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ. 1400 കൊല്ലത്തിന് മുമ്പ് ഒരു MBBS പഠിച്ചിട്ടില്ലാത്ത പ്രവാചകൻ ഇത്ര ഗഹനമായ ഒരു മെഡിക്കൽ പ്രിൻസിപ്പിൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് ഡോക്ടർമാരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. അമ്പരപ്പിക്കുന്ന സംഭവം. പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്തു. പ്രാർത്ഥിക്കാൻ നേരം ലോകത്തിൽ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കാം. മറ്റു മതങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രതിമ വേണം, വലിയ പ്രതിമ വേണം, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ച് അതിന് മുമ്പിൽ വേണം, ഇല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്രൊജക്ഷൻസ് വേണം, അതല്ലെങ്കിൽ വിശാലമായ ആരാധനാലയം വേണം, അതിന് കൊടിമരം വേണം, ഗോപുരം വേണം. പ്രവാചകൻ പറഞ്ഞു, ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കാൻ വേണ്ട. ഒരു വിഗ്രഹം ഉണ്ടാക്കണ്ട, ഒരു ചിത്രവും വരയ്ക്കണ്ട, ഒരു രൂപവും പ്രൊജക്റ്റ് ചെയ്യണ്ട, ദേവാലയത്തിന് ഗോപുരം വേണ്ട, ദേവാലയത്തിന് കൊടിമരവും വേണ്ട. എനിവേർ യു ക്യാൻ പ്രേ. നിങ്ങളും ദൈവവും തമ്മിൽ ഒരു തടസ്സവും വേണ്ട. ഞങ്ങളെപ്പോൾ ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് കുളിർമ ഉണ്ടാകുന്ന അനുഭവമുണ്ട്. പെട്ടെന്ന് വാങ്ക് വിളിക്കും. വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മുസ്ലിങ്ങൾ പെട്ടെന്ന് നടുക്കോട്ട് വന്ന് മുട്ടുകുത്തി ഒരു നിസ്കാരം, ചെറിയൊരു തോർത്ത് വിരിച്ച് ഒരൊറ്റ നിസ്കാരം. മറ്റുള്ള മതക്കാർക്ക് പരസ്യമായി പ്രാർത്ഥിക്കാൻ എന്തൊരു നാണക്കേടാണ്. മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല. ഓടുന്ന ട്രെയിനിൽ മുട്ടുകുത്തി നിസ്കരിക്കുന്ന മുസ്ലിമിനെ കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷം ഉണ്ടാവും. ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ ഒരു തടസ്സവും വേണ്ട, ഒരു മീഡിയവും വേണ്ട, ഒരു പ്രതിമയും വേണ്ട, ഒരു ചിത്രവും വേണ്ട. യു ക്യാൻ പ്രേ. ഇത് പ്രാർത്ഥനയുടെ വലിയ അത്ഭുതമാണ്. പരിശുദ്ധ പ്രവാചകൻ മനുഷ്യൻ്റെ പ്രാർത്ഥന അവൻ്റെ ജീവിത സാഹചര്യവുമായും പ്രപഞ്ചത്തിൻ്റെ സത്യവുമായും കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളതാണ് അതിഗംഭീരമായ പ്രാർത്ഥന.